വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിലവിലെ അധ്യയന വർഷത്തെ രൂപപ്പെടുത്തിയ പ്രവർത്തനങ്ങളുടെ നമ്മൾ സമൂഹത്തോട് കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആരെയും ഉൾക്കൊള്ളുന്ന, എന്തിനേയും സ്വീകരിക്കുന്ന കുട്ടികൾ അച്ചടക്കമുള്ളവരായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി രക്ഷകർത്താക്കൾ നമ്മുടെ സർഗവാസനകളെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ കലാവാസനകളെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ ഞാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച പോലെ മകളെ ഈശ നിന്നെയും ഞാൻ തലയിൽ കൈവച്ച് ഒന്ന് അനുഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട ബാലചന്ദ്ര സാറിനെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ബാലചന്ദ്ര സാർ ഉൾപ്പെടെ അത് വാസുദേവൻ സാർ ഉൾപ്പെടെ ഞാൻ ഇവിടുന്ന് അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാവർക്കും കുറച്ച് പേര് വേഷം കെട്ടി ഇങ്ങനെ നടക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ് അല്ലേ. ഒരിക്കലും നമ്മൾ ഒരു ആൺകുട്ടി പെൺകുട്ടി ആവില്ല, ഒരു പെൺകുട്ടി ആൺകുട്ടി ആവില്ല. ആവോ? ഇല്ല. അവരുടെ ഹോർമോൺസുകളുടെ, അവരുടെ ക്രോമോസോമുകൾ ഇതിന് തികച്ചും വ്യത്യാസമായെങ്കിൽ മാത്രമാണ് അവർ ഒരു ആൺകുട്ടി പെൺകുട്ടിയായി മാറുന്നതും പെൺകുട്ടി ആൺകുട്ടിയായി മാറുന്നതും. കാരണം ഒരു സർജറി ചെയ്യണമെങ്കിൽ ഒരു സർജറിയുടെ വേദന എത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രയും അധികം വേദന സഹിച്ച് നമ്മളിനി ആ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും മെയിൻ പാർട്ടാണ് സർജറി എന്ന് പറഞ്ഞത്. അപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു സ്ത്രീ എന്നുള്ള രൂപം മാത്രമായിരിക്കും, അവരുടെ ശരീരം കൊണ്ട് മാത്രമായിരിക്കും അവരാണായിട്ടുണ്ടാവുക. ബോഡി ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇതും ലേഡിയുടേതായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവർ ലേഡി എന്നുള്ളത് മാറുന്നത്. കാരണം അവർ സർജറി കഴിഞ്ഞ് പ്ലാസ്റ്റർ മാറ്റി കഴിയുമ്പം അവർക്ക് സ്ത്രീയുടെ രൂപം കാണുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിച്ച് കാണുമ്പം ആ തല കാണുന്നൊരു ഹാപ്പിനെസ് അതെത്രയാണോ അതിൻ്റെ 10 മടങ്ങായിരിക്കും. നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ അഭിനയിക്കാം, അല്ല ക്യാമറയുടെ മുമ്പിൽ, അല്ല ഒരാളുടെ മുമ്പിൽ. ജീവിതകാലം മൊത്തം അഭിനയിക്കാൻ ഒരു ആൾക്കും കഴിയില്ല. തോന്നുന്നുണ്ടോ? ഒരാണിൻ്റെ വേഷം കിട്ടി പെണ്ണിൻ്റെ ശൈലിയിൽ നടക്കുന്നു, സമൂഹം മൊത്തം അവനെ ചാന്തപ്പെട്ടെന്നും ഒമ്പതെന്നും മറ്റു വിളിപ്പേരുകൾ വിളിക്കുന്നു. നമ്മൾ തന്നെ ചിന്തിക്കാം, നമ്മളെ ഒന്നുമില്ല വെള്ളപ്പാറ്റാന്നോ കറുത്തവനെന്നോ ഇങ്ങനെ എന്തെങ്കിലും പേരിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്, ഇല്ലേ? അതിൻ്റെ 100 ഇരട്ടിയായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചോദിക്കും, അമ്മ ചോദിക്കും, ഇങ്ങനെ ഒരു കുട്ടിയാണെങ്കിൽ, ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അമ്മ ചോദിക്കും, രണ്ടും കെട്ട് നീ എന്തിനാ എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചേന്ന്. അച്ഛൻ ചോദിക്കും, ഈ കുടുംബത്തിന് ശാപമായിട്ട് എന്തിനാണ് നീ വന്നതെന്ന്. ഈ കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. കാരണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ ആഗ്രഹങ്ങൾ. അപ്പം അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അവരെത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ചിട്ടായിരിക്കും സമൂഹത്തിൽ. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എത്രയും പേര് ഈ സംസാരം കേൾക്കും, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ
ഈ കാണുന്ന ആൾക്കാരെ പരിഹസിക്കുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ ഒന്നും ഞാൻ ഈ പറഞ്ഞത് ഒന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ ഒറ്റൊരു കാര്യം, ആരെയും നമ്മൾ കാരണം വേദനിപ്പിക്കാതിരിക്കുക. ഒരു പരിഹാസത്തിൻ്റെ പേരിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. കാരണം ഈ സമൂഹം, ഒരച്ഛനും അമ്മയും, നമുക്ക് 5 വിരലുകളുണ്ടെങ്കിൽ 5ഉം വ്യത്യസ്തമാണ്. 100 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരാൾ ഒരു നിമിഷം ചിന്തിക്കുന്നത് ഒരാൾ മറ്റൊരാളും ചിന്തിക്കില്ല. അപ്പം അത്രയും വ്യത്യാസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡും, ഓരോരുത്തരുടെയും സംസാര രീതിയും, ഓരോരുത്തരുടെ ശരീരപ്രകൃതവും എല്ലാം. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പം ഓരോരുത്തർക്കും അറിയാം അവനവൻ എങ്ങനെ ജീവിക്കണമെന്ന്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. ആ ഒരു ജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണിൻ്റെ ശരീരത്തിൽ പെണ്ണിൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്നതും പെണ്ണിൻ്റെ ശരീരത്തിൽ ആണിൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്നവരാണ് ട്രാൻസ്ജെൻഡർ, അല്ലേ? അപ്പം അവരുടെ ശരീരം മുറിച്ച് മാറ്റണമെങ്കിൽ അത്രയധികം പെണ്ണിൻ്റെ മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ആ പെണ്ണുമായിട്ട് ജീവിച്ച് പോകാൻ പറ്റുള്ളൂ. എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരുടെ സംശയങ്ങൾ ഞാൻ ഒരുമിച്ച് പറയാം. ഒരു ഫാമിലി 9 മക്കളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച 9ാമത്തെ കുട്ടി, സഹോദരന്മാരും സഹോദരിയും ആരുമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾക്ക് ഏട്ടനും ചേച്ചിയും ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അവരൊക്കെ ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെത് മനസ്സിലാവുള്ളൂ. ആ ഒരു അവസ്ഥയെ റിയ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. ആ ഒരു അവസ്ഥ തരണം ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് കരയേണ്ടി വരും. കാരണം എൻ്റെ ഏട്ടന് കിഡ്നി ഫെയിലിയർ ആയിരുന്നു, മൂത്ത ജ്യേഷ്ഠന് കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ട്രാൻസ്പോർഷൻസ് എന്നുള്ളൊരു സാഹചര്യം വന്ന് 2015 ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ ട്രാൻസ്പോർഷൻ ഉണ്ട്, എനിക്കൊരു പെൺകുട്ടീൻ്റെ സെക്സ് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് വന്നൊരു സാഹചര്യമായിരുന്നു. അന്ന് എൻ്റെ ഏട്ടൻ്റെ കിഡ്നി ഫെയിലിയർ ആയ സമയത്ത് ഞാനാണ് ഡോക്ടേഴ്സിൻ്റെ ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയ സമയത്ത് ഞാനാണ് പറഞ്ഞ ഡോക്ടറിനോട് ഞാൻ കിഡ്നി കൊടുത്തോളാം. കാരണം എന്തായാലും ഞാൻ ഇങ്ങനെ ഞാനിപ്പോൾ കല്യാണം കഴിച്ചു, ആ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ ഏത് ടൈപ്പാണ്, ആ കുട്ടീനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെ നാട്ടുകാർ ഉപയോഗിക്കും, വീട്ടുകാർ ഉപയോഗിക്കും, ആ കുട്ടിയുടെ ഒരു 2ാം ഘട്ടം എന്നുള്ള രീതിയിലാവും ഞാൻ ഡൈവോഴ്സ് ആവും. പക്ഷെ ഞാൻ അതിൽ നിന്നില്ല, ഞാനൊരു കല്യാണം കഴിക്കാനോ ഒന്നും നിന്നില്ല. ഞാൻ എൻ്റെ ഏട്ടന് കിഡ്നി കൊടുക്കാൻ തന്നു. അപ്പോൾ വീട്ടിൽ പറഞ്ഞ എല്ലാവരും കിഡ്നി കൊടുക്കണ്ട, കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് കല്യാണമൊക്കെ കഴിക്കേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിഡ്നി കൊടുക്കാൻ നോക്കിയപ്പോൾ ഏട്ടന് കിഡ്നി സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടായി. അങ്ങനെ ഒരുപാട് ആ സാഹചര്യങ്ങളും ഞാൻ കടന്നു പോയതാണ്. അപ്പം ആ ഏട്ടൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഒരു 10-12 വർഷങ്ങൾക്ക് ഡയാലിസിൽ മാത്രം പിടിച്ചു നിന്ന് കഴിഞ്ഞ വർഷം മരിച്ചു. കാരണം അവൻ്റെ ഏട്ടൻ്റെ മകൻ എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവൻ ഏട്ടൻ താമസിക്കുന്ന വീട് ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന. അപ്പം അവൻ്റെ ഏട്ടൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഏട്ടൻ്റെ മകൻ്റെ കല്യാണം കഴിയാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഈ കുടുംബത്തിലാണെന്ന് വിചാരിച്ചിട്ട് അവർ കല്യാണം വരുമ്പോൾ അത് മുടങ്ങും. അപ്പം എന്നെ ഒരു ബൈക്ക് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കും. വേറെ എവിടേക്ക് പോകുന്ന സമയത്ത് എന്നെ കാർ ഓടിപ്പിക്കാൻ പഠിപ്പിക്കും. എന്നെ ഇങ്ങോട്ട് കൊണ്ടു നടന്ന ഒരു ഏട്ടൻ മരിച്ച സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് കരയുകയാണ്. കാരണം ഏട്ടൻ്റെ മകന് ചിലപ്പോൾ ഞാൻ കാരണം കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ കല്യാണം മുടങ്ങിയാലോ. എൻ്റെ ഏട്ടൻ്റെ ഇത്താടെ മക്കള് പെൺകുട്ടി കല്യാണം കഴിക്കാണ്ടിരുന്നത് ഉമ്മ വിളിച്ച് പറയാണ് അവളെ കല്യാണം മുടങ്ങിയതിന് നീയാണ് കാരണമെന്ന്. ആ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ട്. അതെത്രയായാലും അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്വന്തം ഏട്ടനെ പോലും നമുക്കൊരു നോട്ടം പോലും കാണാൻ പറ്റാത്ത മറ്റെന്താണെങ്കിലും ഞാൻ പോലീസിനെയോ എൻ്റെ അകമ്പടിയോടുകൂടി ഞാൻ വേണേൽ ചിലപ്പോൾ വീട്ടിലേക്ക് പോകും. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ മോനെ കല്യാണം മുടങ്ങുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ചെല്ലാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയും അവർ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് സ്ട്രഗിളിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിളിങ്. ഇപ്പം ഒരു ഏട്ടൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. എന്നോട് ഉമ്മ ഓരോ നിമിഷവും വിളിച്ചിട്ട് പറയാം, മോനെ എന്ന് തന്നെ വിളിക്കും ഇപ്പോഴും, മോനെ ഇത്ത വന്നു കേട്ടോ, അവർ വന്നു കേട്ടോ, നിക്കാഹ് തുടങ്ങിയിട്ടോ. ഇത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ട്. അതൊരിക്കലും അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കില്ല. പക്ഷെ ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാനൊരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ടില്ല. ഞാനായിട്ട് ജീവിക്കുന്നു.
അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ഒരാൾ നിങ്ങൾ പറയുന്നത് പോലെയല്ല ഞാൻ ജീവിക്കുന്നത്. 60 വയസ്സ് വരെ നിങ്ങൾ പറയുന്നത് ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു ദിവസമെങ്കിൽ ഞാൻ ആഗ്രഹിക്കും പോലെ ജീവിക്കുന്നതാണ്. അപ്പം അത് ഇപ്പം ബി എൻ ചേച്ചി പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ, കാരണം എൻ്റെ വീട്ടിലെ ഓണമൊക്കെ എന്ന് വെച്ചാൽ അടുത്തുള്ള ഹിന്ദു വീട്ടുകളിൽ പോയിട്ട് പെരുന്നാളിന് ഞങ്ങളുടെ വീട്ടിലും ഓണത്തിന് അവരുടെ വീട്ടിലും അങ്ങനെ ജീവിച്ചിരുന്ന് കളിച്ചും എല്ലാ സൈഡുകളിലും ഓണാഘോഷം. ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു തങ്കച്ചേച്ചിയുണ്ട്. അവർ പറയും, നീ പോകുന്നതിന് ശേഷം അവിടെ ഓണാഘോഷം ഒന്നും ഉണ്ടായിട്ടില്ലടാ, കുറേ നല്ല ഈ അപ്പം കടിയും അങ്ങനത്തെ കുറേ പരിപാടികൾ ഞങ്ങൾ ചേർന്നിട്ടാണ് നടത്തുന്നത്, അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ഇവിടെ വന്നപ്പോൾ ബീൻ ചേച്ചീൻ്റെ വീട്ടിൽ നിന്നപ്പം ആ സംഭവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞത്, വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബീൻ ചേച്ചീൻ്റെ വീട്ടിൽ നിന്നാണ് ഓണം ആഘോഷിച്ചത്. കാരണം എനിക്ക് ഒരുപാട് 8-10 സ്റ്റാഫ് എൻ്റെ കൂടെയുണ്ട്. പക്ഷെ അവരൊക്കെ ഓണം പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് അവരവരുടേതായിട്ട് വീടുകളിൽ പോകും. അപ്പോൾ ഞാൻ ഫ്ലാറ്റിൽ ഒറ്റപ്പെട്ട് ഞാൻ ഇരിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഒരു പനി വരുമ്പോൾ ഒരു കാലിൽ മുള്ളു കൊണ്ടാകും. ഇന്ന് എനിക്ക് കൂടെ ഒരുപാട് ചുറ്റും ആൾക്കാരുണ്ടാവും. അത് നമ്മൾ സാലറി കൊടുത്ത് നിർത്തുന്നവരായിരിക്കാം. നമുക്ക് കൂടെ പറഞ്ഞ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആ കൂടെ പറഞ്ഞ ഒരാൾ ഉണ്ടാവണമെങ്കിൽ അതില്ലാണ്ടാക്കിയത് മനഃപൂർവ്വമല്ല, നമുക്ക് നമ്മുടെ സാഹചര്യം കൊണ്ടായതാണ്. കാരണം നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ സ്വത്വത്തിൽ നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റില്ല, മറ്റൊരാളായിട്ട് ജീവിക്കാൻ പറ്റില്ല. എന്തോ ഒരു കോലത്തിൽ ഒരു ആളുടെ വേഷത്തിൽ ഒരു പെണ്ണിൻ്റെ പോലെ ഇങ്ങനെ നടക്കുന്നു, എന്തൊക്കെയോ പല ആൾക്കാരുടെ പരിഹാസങ്ങൾ നേടുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ളൊരു ഇത് വന്നെങ്കിൽ, എന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിക്കണമെങ്കിൽ ഞാൻ അന്ന് എടുത്ത ആ തീരുമാനം ശരിയായിരുന്നു എന്ന് എനിക്ക് ഇന്ന് തോന്നുന്നു. ഇന്ന് തോന്നുന്നല്ല, ഇനി എനിക്ക് തോന്നാം എന്നും ഞാൻ എടുത്ത തീരുമാനമാണ് ശരി. എൻ്റെ വീട്ടുകാരെന്നെ ഒരുപാട് ഏട്ടന്മാരും എല്ലാവരും എന്നെ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടിൽ കഴിഞ്ഞ പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു അത്രയും ജനങ്ങൾ കൂടുന്നൊരു പള്ളിപ്പെരുന്നാൾ, അവിടെ അന്ന് ആൺകുട്ടി ഇരിക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ ഞാൻ ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഈ കഴിഞ്ഞ വർഷം ആണ് എന്നെ അവരെ അംഗീകരിക്കുകയും എത്രയോ ജനങ്ങളുടെ ഇടയിൽ ഒരു ഡാൻസ് പെർഫോമൻസ് ഗ്രൂപ്പ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുകയും ചെയ്ത്. അന്ന് ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ അന്തസ്സോടു കൂടി തലയുയർത്തി ഞാൻ അവിടെ നിൽക്കുകയും ചെയ്തു, ഡാൻസ് കളിക്കുകയും ചെയ്തു. ഞാൻ അതുവരെ ഞാൻ ആ നാട്ടിൽ കാല് വിട്ടില്ല. എന്നാണ് നാട്ടിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുന്നത്, അന്ന് ആ നാട് എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം ഞാൻ ചെല്ലുള്ളൂ എന്ന് ഞാൻ ഉറച്ചൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെല്ലാനും പറ്റി. കാരണം അതിനനുസരിച്ച് എന്നെ നാടോളം അത്രയധികം ഞാൻ വളർന്നു, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബീൻസേച്ചി ഞങ്ങൾ എൻ്റെ സാഹചര്യം ഇനി എന്തെങ്കിലും. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാരാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുക, മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കാതെ ജീവിക്കാം. നിങ്ങൾ കുട്ടികളാണ്, എപ്പോഴും കുട്ടികളുടെ ഒരു രീതിയുണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ളത്. ആ ഒരു പ്രവണത നമ്മൾ ഇന്ന് ഈ നിമിഷം മുതൽ ഇല്ലാണ്ടാക്കട്ടെ എന്ന് രക്ഷിതാക്കളും അല്ലെങ്കിൽ നമ്മളെ മക്കൾ ആരെങ്കിലും കളിയാക്കുന്നത് കണ്ടാൽ, അത് ആരും ആയിക്കോട്ടെ, ഒരു ട്രാൻസ്പേഴ്സൺ എന്നല്ല ഏതൊരു വ്യക്തിനെയും കളിയാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും തന്നെ നിർത്തിക്കുക. അങ്ങനെ ചെയ്യരുത് മോനെ എന്ന് വിലക്കുക. കാരണം നമ്മളെ മക്കൾ കാരണം മറ്റൊരാൾക്കും വേദനയാവരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിന് ഇങ്ങനൊരു അവസരം തന്ന ആദ്യം ബീൻ ചേച്ചിക്കും ഈ സ്കൂളിനും പ്രിൻസിപ്പളിനും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംസാരത്തിൽ നിങ്ങൾക്ക് വല്ല മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനി എൻ്റെ സിനിമകളും ഇതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും ഒരുപാട് നിങ്ങളുടെ ഈ ഒരു വേദി എനിക്ക് പങ്കിടാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തൊരു പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ കോഴിക്കോട് നല്ല ഭൂമിയിൽ എവിടെയാണെങ്കിലും ഞാൻ എത്തും. അപ്പം എന്തായാലും വേദിയിലേക്ക് എല്ലാവർക്കും, അതുപോലെ അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.